ഒരു പുരുഷനെ കിട്ടിയുള്ളൂ എങ്കിൽ എന്താ പറ്റുക? എന്നാൽ സ്ത്രീകളെ കൂട്ടാൻ ഒരു സ്ത്രീയെ കൂട്ടിയാൽ മതിയോ? പറ്റില്ല. ഒരു പുരുഷന് പകരം 2 സ്ത്രീ എന്നാണ്. ഒരു പുരുഷന് പകരം 2 സ്ത്രീ. എന്തിനാ 2 സ്ത്രീകൾ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അറിയാം, ഒരു പെണ്ണിന് അബദ്ധം പറ്റിയാൽ മറ്റേ പെണ്ണ് തിരുത്തി കൊടുക്കാനുള്ളതാണ്. എന്നാൽ ഈ അബദ്ധമോ ഈ പിഴവോ പുരുഷന് പറ്റുമോ? പുരുഷന് പറ്റില്ല. അത് സ്ത്രീക്കുള്ളതാണ്. അബദ്ധം അപ്പോൾ ഒരു പെണ്ണും അല്ല 2 പെണ്ണും ഒരാണും എന്നുള്ള വ്യവസ്ഥയാണുള്ളത്. എന്നാൽ 4 സ്ത്രീകൾ പറ്റുമോ ഈ ചരസരംഗത്ത്? അത് പറ്റുന്നില്ല. സ്ത്രീകൾ എല്ലാ രംഗത്തും കൊണ്ടുവരണ്ട. എന്നാൽ ഇല്ല. ഒരു ചന്ദ്രകല കണ്ടു. ചന്ദ്രകല കണ്ടിട്ടാണല്ലോ ഇപ്പം നോമ്പും പെരുന്നാളൊക്കെ ഉറപ്പിക്കുന്നത്. മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. എന്നാൽ അത് സ്ത്രീകൾ കണ്ടാൽ മതിയോ? പറ്റില്ല. സ്ത്രീകളെ സാക്ഷി അവിടെ പരിഗണിക്കില്ല. ഒരു വ്യഭിചാരം നോക്കണം. 4 ആൾ കാണിക്കുക വ്യഭിചരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ എന്തോ ഒരു നാണക്കേടാ. അതിനാലും വ്യഭിചാരം സ്ഥിരപ്പെടാൻ 4 ആണുങ്ങളെ പറ്റൂ, 4 പെണ്ണുങ്ങൾ പറ്റില്ല. എന്നാൽ ഒരാണിൻ്റെ ഇരട്ടി നിലയ്ക്ക് 8 പെണ്ണുങ്ങൾ പറ്റുമോ? അതും പറ്റില്ല. 4 ആണുങ്ങളെ കാണണം. ഒരാണും പെണ്ണും വ്യഭിചരിക്കുന്നത് ശിക്ഷ ചെയ്യാൻ, അവരെ തെറ്റാണ് ചെയ്തതെന്ന് സ്ഥിരപ്പെടുത്താൻ 4 ആണുങ്ങൾ വേണമെന്നാണ് ഇവരുടെ നിയമം. ഏതായാലും ഈ നിയമം ബ്രിട്ടീഷ് ഇന്ത്യ വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ നിയമം എടുത്തു കളഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇന്ന് സാക്ഷി നിയമം എന്നുള്ള സംഗതി ഇന്നില്ല. അത് അവരെടുത്തു കളഞ്ഞു. മറ്റൊന്ന്, ഇപ്പോൾ വിവാഹം രംഗത്ത് നമ്മൾ പറഞ്ഞു, വിവാഹം സ്വീകാര്യമാവണമെങ്കിൽ വലിയ സാക്ഷികൾ, മഹർ, ഈജാബ്, കബൂൽ വേണം എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിൽ വിവാഹ രംഗത്ത് ശൈശവ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ശൈശവ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിലൊന്നും തെറ്റില്ല എന്നാണ്. കാരണം ശൈശവ വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാചകം പോലും ഖുർആനിലില്ല എന്നാണ്. ഖുർആനിൽ പറയണ്ടേ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹ പക്വത ഒന്നും പരാമർശിച്ചിട്ടില്ല. ഹദീസുകളിലുള്ളത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തസവ്വജനി നബിയു വഅന ബിൻതു 6 സിനീൻ. മുഹമ്മദ് നബി എന്നെ കല്യാണം കഴിച്ചത് 6 വയസ്സാവുമ്പോഴാണ് എന്ന് ആയിഷ പറയാണ്. അന്ന് പ്രവാചകന്റെ വയസ്സ് എത്രയാ? 50ൻ്റെ മുകളിലാണ്. ആയിഷയുടെ വയസ്സോ 6 വയസ്സുമാണ്. ഇങ്ങനെ കല്യാണം കഴിച്ച ധാരാളം സംഭവങ്ങൾ അക്കാലഘട്ടത്തിലുണ്ട്, ഇന്നുമുണ്ട് കേട്ടോ. നമുക്കറിയാം, സർക്കാർ ഈ നിയമം തന്നെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 18, 21 എന്നുള്ള രീതിയിൽ മാറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഒക്കെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. കുട്ടികൾക്ക് ഇതിൻ്റെ പക്വത ഭാഗത വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചാൽ എന്താകും? നമുക്കറിയാം, ഒരു മതവാദിയായ ഇബ്നു ജൗസി ഇതിനെ വിമർശിക്കുന്നത് കാണാൻ പറ്റും. ദമ്പതികൾ തമ്മിൽ പ്രായവ്യത്യാസം എത്ര വേണം? അങ്ങനെ ഒരു നിശ്ചയമൊന്നുമില്ല. അതിനാൽ തന്നെ വയോധികർ ബാലികമാരെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായം കാണപ്പെടുന്നു. ഇബ്നു ജൗസി ഇസ്ലാമിലുള്ള ശൈശവിവാഹത്തെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നു, വൃദ്ധൻ ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വങ്കത്വം. അവൾ ചെറുപ്രായത്തിൽ രതിസുഖം അനുഭവിക്കാൻ പക്വതയായിട്ടുണ്ടായിരിക്കില്ല. രതിസുഖം കൂടുതൽ അനുഭവിക്കാൻ അവർക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ അയാൾക്കതിന് കഴിയാതെ വരികയും ചെയ്യുന്നു. വൃദ്ധൻ്റെ രതിമോഹം കപട പുലരി പോലെയാണ്. സയ്യിദുൽ ഖാത്തിർ 2ാം വാള്യം 446 പേജ്. ഞാനത് നോക്കി എന്നെ പറഞ്ഞെന്താ അറിയോ? നമ്മളാരും കൂട്ടി പറഞ്ഞതല്ല, സയ്യിദുൽ ഖാത്തിറിലുള്ളതാണ്. മറ്റൊരു സംഗതി, ശൈശവ ബഹുഭാരിത്വത്തെക്കുറിച്ച് നോക്കൂ. എന്താ ബഹുഭാരിത്വം? ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുന്നൊരു സമ്പ്രദായം ശരീഅത്ത് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഹിന്ദു ആദ്യ ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന് 6 വർഷം കഠിന തടവിന് ശിക്ഷിക്കാൻ അധികാരമാണ് നമ്മുടെ ഭരണകൂടത്തിലുള്ളത്. എന്നാൽ അതേ തെറ്റ് ഒരു മുസ്ലിം ചെയ്തു,
ആദ്യ ഭാര്യ നിലവിലുണ്ടായിരിക്കെ മറ്റൊരു വിവാഹം ചെയ്താൽ അയാൾക്കതിന് മൂന്നാമത്തെയും നാലാമത്തെയും അവസരം ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ ഒരു അവസരവുമില്ല, ഒരു അധികാരവുമില്ല. കാരണം ഖുർആനിൽ അങ്ങനെ പറഞ്ഞാണ്, വൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസായി മസ്ന വസുലാസ വറുബാ. നിങ്ങൾ ഈ 2, 3, 4 ഇങ്ങനെ കല്യാണം കഴിച്ചോളൂ എന്നാണുള്ളത്. അത് തന്നെ ആ പദങ്ങളുണ്ടല്ലോ, ആ പദങ്ങൾ നമ്മളാരും വ്യാഖ്യാനിക്കുന്നതല്ല. പ്രാമാണികരായ തൊബിരി, ബൈലാവി തുടങ്ങിയ തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും. അത് 4 പരിമിതപ്പെടില്ല എന്നാണ് അവർ പറയുന്നത്. അതെന്താ? ഇപ്പം അറബി വാക്ക് 2 പറയാ ഇസ്നാനി എന്നാണ്, 3 പറയാ സലാസ, 4 പറയാ അർബഅ എന്നാണ്. ഇവിടെ ഉപയോഗിച്ചത് മസ്ന വസുലാസ വറുബഅ എന്നാണ്. ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞല്ലോ, എന്നാൽ മസ്ന എന്ന് പറഞ്ഞാലോ ഈ 2 എന്നാണ്. ഈ 2 വീതം. സലാസ എന്ന് പറഞ്ഞാൽ 3, സുലാസ 3 വീതം, അർബഅ 4, റുബഅ 4 വീതം. ഇപ്പം നമ്മളൊരു തേങ്ങ എണ്ണുകയാണെങ്കിൽ ആദ്യം 2 കയ്യിലും പിടിച്ചിട്ട് ഇതാ 1 വീതം, മറ്റേത് 2 കൂടി കൈ പിടിച്ചിട്ട് ഇതാ 2ാമത്തെ വീതം. അപ്പോൾ ഏറ്റവും 2 വീതം എന്ന് പറയുമ്പോൾ തന്നെ 4 ചുരുങ്ങിയതുണ്ടാവും. ഖുർആനിൽ തന്നെ ഈ വാക്കുകളുണ്ട്. ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നഹത്തിൻ മസ്ന വസുലാസ വറുബാഅ. മലക്കുകൾ വരുന്ന രംഗം പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഇവിടെ 2 ചിറക്, 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 ഇങ്ങനെ ഈ 2 ചിറകുകളുള്ള മലക്കുകൾ. മറ്റു കുറച്ച് മലക്കുകളോ ഇവിടെ 3 ചിറക്, ഇവിടെ 3 ചിറക്, ഇവിടെ 3 ചിറക്, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇങ്ങനെ 3 ചിറകുള്ള മലക്കുകൾ. റുബാ 4 ചിറകുള്ള മലക്കുകളുണ്ട്. ഇവിടെ 4, കുറച്ചിപ്പുറത്ത് 4, കുറച്ചിപ്പുറത്ത് 4, ഇങ്ങനെ. അറബിയിൽ തന്നെ ഈ മസ്ന വസുലാസ വറുബാ എന്നുള്ള ഭാഷാ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇസ്തഫത്തിൽ ജുനൂദു റുബാ എന്ന് പറഞ്ഞാൽ ഒരു സൈന്യത്തെ അണിയണിയായി നിർത്തുമ്പോൾ ആദ്യം 4, പിന്നെ ഒരു 4, പിന്നെ ഒരു 4, പിന്നെ ഒരു 4. അപ്പോൾ ഒരു വരി തന്നെ ആദ്യം ഒരു 4, 4, 4, 4 ഇങ്ങനെ സൈന്യങ്ങളെ നിർത്തുന്നതിന് അറബിൽ പറയാം ഇസ്തഫത്തിൽ ജുനൂദു സലാസ, ഇസ്തഫത്തിൽ ജുനൂദു സുദാസ. ആദ്യം ഒരു 6, പിന്നെ ഒരു 6, പിന്നെ ഒരു 6, പിന്നെ ഒരു 6, ഇങ്ങനെ നിൽക്കുന്നതിനാണ് അറബിയിൽ സുലാസ, റുബാ, ഹുമാസ, സുദാസ എന്നൊക്കെ എണ്ണുക. അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാഅ എന്ന് പറയുന്നത്. അത് തന്നെ നോക്കൂ, വ എന്ന അക്ഷരം വാട്ടിട്ടാണ് പറയുന്നത്. ഈ 2 വീതവും 3 വീതവും 4 വീതവും എന്നാണ്. ഈ 2 ഔ സുലാസ അല്ലെങ്കിൽ 3 ഔ റുബാ അല്ലെങ്കിൽ 4 എന്നല്ല. ഔ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ നിങ്ങൾ 3 കെട്ടിയാൽ മതി, അല്ലെങ്കിൽ 4 കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ 2 കെട്ടിയാൽ മതി എന്നല്ല പറയല്ല ഇവിടെ ഉപയോഗിച്ചു. വ എന്ന അക്ഷരം ഉപയോഗിച്ചാൽ ഈ 2ഉം 3ഉം 4 വീതം എന്നാണ്. ഈ വാക്കടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ചില ആളുകൾക്ക് ധാരാളം ഭാര്യമാരുണ്ട്. 4 പരിമിതപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നത് പ്രാമാണിക തഫ്സീറുകാർ പറയുന്നത് ചരിത്രം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ്. മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന 9 ഭാര്യമാരുണ്ട്. അതിനുമുമ്പ് മരിച്ചുപോയവരുമുണ്ട്. ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ, സഫിയത്തും മൈമൂനത്തും വ റംല, ഹിന്ദും വ സൈനബുൻ ഖദാ ജുവൈരിയ. ഈ ബഹുഭാര്യത്വത്തിന് പുറമെ ധാരാളം അടിമകളും കൈവശം വെക്കാം എന്നാണ് ശരീഅത്തിലുള്ളത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ.
നിങ്ങൾ കൈവശപ്പെടുത്തിയ നിങ്ങൾ അടിമകൾ നിങ്ങളെ ഭാര്യമാരെ പോലെ തന്നെയാണ് എന്നാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. അത് ഖുർആനിൽ പല സൂറത്തുൻ നിസായിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. എന്താ ഈ അടിമ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലുള്ള പെൺകുട്ടികളെ പാകിസ്ഥാൻകാർ പിടിച്ചെടുത്ത് ആ പെൺകുട്ടികളെ വീതം വെക്കുകയാണ്. അവരെ ഒരു പക്ഷേ ഇന്നലെ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം. അതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. യുദ്ധത്തിൽ പിടിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ പരസ്പരം പങ്കുവെച്ചെടുക്കുന്നൊരു സംവിധാനമാണ് അടിമ സമ്പ്രദായം. നമ്മളെപ്പോലെ മജ്ജയും മാംസവും ശരീരമുള്ള നല്ല തറവാട്ടിൽ ജനിച്ച സൗന്ദര്യമുള്ള ഈ സ്ത്രീകളെ അന്യായമായി അവരുടെ സമ്മതമില്ലാതെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഘാടത്തമല്ലേ? ഈ നിയമം എടുത്തു കളയേണ്ടതല്ലേ? എന്നിട്ട് അക്കാലത്തെ സ്ത്രീകൾ വദാത്തു ഹലീലിൻ അൻകഹത്ഹാ റിമാഹുന ഹലാലുൽ ലിമൻ യബ്നി ബിഹാലം തുതല്ലഖി. സ്ത്രീകൾ പറയുകയാണ്, ഞങ്ങളെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്, അടിമകളായ സ്ത്രീകൾ പറയാണ്, ഞങ്ങളെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ഞങ്ങളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ മറ്റാരുമല്ല, കുന്തങ്ങളാണ്, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുന്തങ്ങളാണ് ഞങ്ങൾ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. ഞങ്ങളാണെങ്കിൽ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, അവർ ഞങ്ങളെ മൊഴി ചൊല്ലിയിട്ടില്ലല്ലോ എന്നാണ്. ഈ സമ്പ്രദായം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നേട്ടമാണത്. അവരെടുത്തു കളഞ്ഞു. നേരെ മറിച്ച് ഇന്നാണെങ്കിൽ നിയമമെങ്കിൽ എടുത്തു കളയാൻ കഴിയുമോ നമുക്ക്? ഇടതുപക്ഷവും വലതുപക്ഷവും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ നിയമം നിലനിർത്തുമായിരിക്കും. ബ്രിട്ടീഷുകാർ നമുക്ക് ചെയ്തൊരു സേവനമായി നാം അതിനെ കാണുന്നു. അടിമ സമ്പ്രദായം. അതുപോലെ മുത്തഅ കല്യാണം എന്താണ്? ഖുർആനിലുള്ളതാണ് കേട്ടോ, ഇതൊന്നും വെറുതെ ചുമ്മാ പറയുന്നതല്ല. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന ഫആതുഹുന്ന ഉജൂറഹുന്ന ഫരീള. ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് പോലെ 50 റുപ്യ, 1000 റുപ്യ, 10,000 റുപ്യക്കൊക്കെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്നാണോ വാടകക്കാരനും വീട് ഉടമയും തമ്മിലുള്ള കരാറ് വാടക കൊടുക്കുന്നത് വരെയാണ്. അത് കഴിഞ്ഞാൽ അയാൾ ഒഴിവാക്കി കൊടുക്കണം. ഇതുപോലെ ചില സ്ത്രീകളെ 6 മാസത്തിന്, 3 മാസത്തിന്, 3 ദിവസത്തിന്, 1 ദിവസത്തിന് വാടകയ്ക്ക് എടുക്കാൻ മതം അനുവദിക്കുന്നു. ഈ നിയമം മൻസൂഖാക്കപ്പെട്ടിട്ടില്ല. ഷിയാക്കളിൽ ഇന്നും ഈ ആചാരം നിലവിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ എന്താ അതില്ലാത്തത്? ഇവിടെ സമൂഹം മാറിയിട്ടുണ്ട്. സമൂഹം ഇടപെടും. മതത്തിൻ്റെ എല്ലാ തിന്മകളെയും ഇവിടെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞത് സമൂഹത്തിൻ്റെ വളർച്ചയാണ്. ഇവിടെ തന്നെ എന്താ ബഹുഭാര്യത്വമില്ലാത്തത്? സൗദി അറേബ്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇവിടെ താരതമ്യേന കുറവ് വന്നത് ഇവിടെ സമൂഹം അത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല, മുത്തഅ കല്യാണം മാത്രമല്ല, ചടങ്ങ് കല്യാണവും ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ചടങ്ങ് കല്യാണം എന്താണ്? ഒരു പെണ്ണിനെ 3 മൊഴിയും ചൊല്ലിയാൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരുത്തൻ കെട്ടുന്ന കല്യാണമാണ് മുത്തഅ കല്യാണം. അതായത് ഒരാൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ വിവാഹമോചനം പറയേണ്ടി വരുന്നു. ഒരാണ് ത്വലാഖ് എന്നൊരു സംഭവം ഖുർആനിലുണ്ട്. ശരീഅത്ത് അനുവദിച്ചതാണ് ആ സംഭവം. ഒരാണിന് തൻ്റെ ഭാര്യയെ ഒരു കാരണവും കൂടാതെ മൊഴി ചൊല്ലാനുള്ള ഒരു അനുവാദമാണ് ത്വലാഖ്. 1975 മുമ്പ് ഒരു പെണ്ണ് ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് കേസിന് പോയാൽ അന്നേരത്ത് ഭർത്താവിൻ്റെ പക്ഷമുള്ള വക്കീൽ പറയും, ഞാൻ അവളെ മൊഴി ചൊല്ലിയിട്ടുണ്ടല്ലോ, മൊഴി ചൊല്ലിയവർക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. അപ്പം മൊഴി ചൊല്ലുന്ന പോലും അവൾ അറിയണ്ട എന്നർത്ഥം. അത് ഫോണിലൂടെയാവാം, എങ്ങനെയും മൊഴി ചൊല്ലാം. അതിന് പ്രത്യേക കാരണങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ല, അത് പറയേണ്ടതുമില്ല. ഏതായാലും ഇരിക്കട്ടെ, ആ ത്വലാഖ് തന്നെ ഇന്ന് ഷിയാക്കൾ പറയുന്ന രീതിയിൽ മറ്റൊന്ന്, സുന്നികൾ വേറൊരു രീതിയിൽ, ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു രീതിയിൽ ത്വലാഖ് എല്ലാവരും അനുവദിച്ചിട്ടുണ്ട്. ഷിയാക്കൾ ഇത് ഒന്നും കൂടി മാന്യമാണെന്ന് തോന്നുന്നു. അതെന്താ? ഒരു പെണ്ണിനെ ഒരാണിനെ ഒഴിവാക്കുമ്പോൾ അത് 3 ഘട്ടമായിട്ട്, ആ ത്വലാഖു മറത്താനീന 3 ഘട്ടമായിട്ട് ഒഴിവാക്കാൻ പാടുള്ളൂ. ആദ്യം നാം പെണ്ണിനെ മൊഴി ചൊല്ലുമ്പോൾ നിന്നെ ഞാൻ 1 വട്ടം മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയണം. എന്നിട്ടും അവിടെ യുദ്ധകാലം 3 മാസം കഴിഞ്ഞ്
വീണ്ടും അതിനിടയ്ക്ക് സ്വീകരിക്കാം. റജഅത്തുണ്ടെങ്കിൽ നിക്കാഹില്ലാതെ തന്നെ സ്വീകരിക്കും. ഈ 3 മാസത്തിനുള്ളിലാണ് നിക്കാഹ് വേണ്ട. 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നിക്കാഹോട് കൂടി സ്വീകരിക്കുന്നു. പിന്നെയും ചെല്ലാം. രണ്ടാമത്തെ തവണ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ രണ്ടാമത് മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാം. ഈ 3 മാസത്തിനിടയ്ക്ക് റജഅത്തുണ്ടായാൽ നിക്കാഹില്ലാതെ സ്വീകരിക്കാം. 3 മാസം കഴിഞ്ഞാൽ നിക്കാഹോട് സ്വീകരിക്കണം. മൂന്നാമതും ചൊല്ലിയാൽ പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല. റജഅത്തില്ല. പിന്നെ എന്ത് വേണം? ഈ പെണ്ണിന് വേറൊരാൾ കല്യാണം കഴിച്ച് അവൾ മണിയറയിൽ കൂടിയതിന് ശേഷമേ ആദ്യ ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഷിയാക്കൾ പറയുന്ന മുത്തുക കല്യാണം. സുന്നികളിലുണ്ട്. സുന്നികളിലെന്ന് വെച്ചാൽ ഒറ്റ ഇരിപ്പിന് 3 മൊഴിയും ചെല്ലാം എന്നാണ്. ദേഷ്യം പിടിച്ചാൽ നിന്റെ 3 ചൊല്ലി. നമ്മൾ ഒരാൾക്ക് 3 റുപ്യ കടം കൊടുത്തു, അയാൾ ഓരോരോ റുപ്യ തന്നാലും വീടും ഒന്നിച്ച് തന്നാലും വീടും. ഇതാണ് ഇവരുടെ ന്യായം. ഒന്നിച്ചു മൊഴി ചൊല്ലി, അതിൽ റജഅത്തൊന്നുമില്ല. ഈ സംവിധാനം ഏതായാലും 3 ചൊല്ലിയാലോ സ്വീകരിക്കണമെങ്കിൽ ഇവർക്കും വേണം ഈ ചടങ്ങ് കല്യാണം. നമുക്കറിയാം, കോഴിക്കോടുണ്ടായിരുന്നൊരു നാടകം പെണ്ണേ നീയാണൊരു വമ്പത്തി. കുഞ്ഞാവ അഭിനയിച്ചൊരു നാടകമായിരുന്നത്. അതെന്താ? ഒരാചേര് കല്യാണം കഴിച്ചു. ആ ആചേര് കല്യാണം കഴിച്ച് ചെറിയ കുഞ്ഞിനായിപ്പോയി. എന്തു പറഞ്ഞാലും പെണ്ണ് സമ്മതിക്കില്ലായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞാൽ 3 മൊഴിയും ചൊല്ലി. പിന്നീട് ഈ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി കാതേരെടുക്ക ചെന്ന് നിങ്ങൾ മൊഴി ചൊല്ലിയില്ലേ 3 എണ്ണം, എങ്കിലും അവളെ സ്വീകരിക്കാൻ പറ്റില്ല. വേറൊരാൾ കെട്ടിയതിന് ശേഷം അവൾ ഒഴിവാക്കണം. എന്നതിന് ശേഷം നിങ്ങൾ കെട്ടിക്കോളൂ. ഇങ്ങനെ നമ്മളെ പാട്ടിന് കിട്ടുന്ന ഒരാൾ പാരുണ്ടെന്ന് ഇയാളിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടുന്നത് അയാളെ വീട്ടിലെ കാര്യസ്ഥനെയാണ് കിട്ടുന്നത്. വീട്ടിലെ കാര്യസ്ഥനോട് പറഞ്ഞ് ഇങ്ങനത്തെ ചടങ്ങ് കല്യാണത്തിന് സമ്മതിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ. പക്ഷേ ഈ പെണ്ണ് എന്ത് കാട്ടിയെന്നറിയോ? ഇവനെ വലിയ പാട്ടിലാക്കി. നീ എന്നെ ഒഴിവാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഇവനെ സ്വീകരിച്ച് ആ വയസ്സനെ ഒഴിവാക്കാൻ വേണ്ടി ഇവനെ തന്നെ പിടിച്ചുപോയി. അതാണ് പെണ്ണേ നീയാണൊരു വമ്പത്തി. കാണേണ്ട ഒരു നാടകമാണ് കേട്ടോ, അത് കണ്ടേക്കണം. അതുപോലെ ഈ ചടങ്ങ് കല്യാണത്തിന് പറയുമ്പോൾ തന്നെ ഈ ത്വലാക്ക് നമ്മൾ പറഞ്ഞല്ലോ, ത്വലാക്ക് വരുന്നത് ത്വലാക്കോട് കൂടിയാണല്ലോ ചടങ്ങ് കല്യാണം വരുന്നത്. അത് പറയുമ്പോൾ ആളുകൾ പറയും ത്വലാക്ക് എന്ന് പറയുന്ന സംഗതി ഇസ്ലാം അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട സംഗതിയാണ്, എന്നാൽ അനുവദിച്ചതാണ്. വെറുക്കപ്പെട്ട സംഗതി പിന്നെ അനുവദിക്കേണ്ടതുണ്ടോ? നമുക്ക് ഒരു സംഗതിയോട് വെറുപ്പാണ്, പിന്നെ അതങ്ങനെ നമ്മളത് അനുവദിക്കുമോ? വെറുപ്പ് എന്ന് പറയുന്ന സംഗതി പിന്നെ അനുവദിക്കാറില്ല ആരും. അതാണ് ഇപ്പോൾ ഇവർ പറയുന്നൊരു ന്യായം. എന്നാൽ ഇതുപോലെ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ? ഒരു മാർഗമല്ല. തമ്മാടിയായ ഒരു ഭർത്താവാണെന്ന് കൂട്ടുക, ചെലവിന് കൊടുക്കാത്ത തമ്മാടിയായ ഒരു ഭർത്താവാണെങ്കിൽ ഒഴിവാക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗമില്ലായിരുന്നു. അവരെന്താ ചെയ്യൽ? പിന്നെ ഭർത്താവിനെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവലായിരുന്നു അവരുടെ ഉപാധി. കഫർതു ബിമാ അസ്ലംതു ബി, ഞാൻ എന്തുകൊണ്ടാണോ മുസ്ലിമായത് അതുകൊണ്ട് തന്നെ ഞാൻ കാഫറായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണ്. വേറെ മാർഗമല്ല. ഞാൻ ഇസ്ലാം മതത്തിന് പുറത്തു പോയി, അപ്പം മുർത്തദായോടുകൂടി ത്വലാക്ക് പോയി. ഇസ്ലാം എന്ന് പുറത്തു പോയോടുകൂടി ആ വിവാഹബന്ധം ബാത്തിലായിപ്പോയി. ഇതായിരുന്നു സ്ത്രീകൾ ചെയ്തിരുന്നത്. ഖുർആനിൽ ഫസ്ഖ് നിയമമില്ല. കഫർതു ബിദീനില്ലാഹി വൽ കുഫ്റു വാജിബുൻ ലദയ്യ വഇൻദൽ മുസ്ലിമീന കബീഹു. ഒരു കവിതയുണ്ട്. ഞങ്ങളൊരു ഗതികേടേ, ഇസ്ലാം ഞങ്ങൾക്ക് ഞങ്ങളെ ഭർത്താക്കന്മാരെ ഒഴിവാക്കണമെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവേണ്ട ഒരു പ്രയാസം. ഇത് കണ്ടു മനസ്സിലാക്കി അഷ്റഫ് താനവി എന്ന് പറയുന്ന ഒരു നിയമപണ്ഡിതൻ ഈ നിയമത്തിന് ഒരു അറുതി വരുത്തണം എന്ന് പറഞ്ഞ് ശരീഅത്ത് പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ ഈ നിയമം, ഫസ്ഖ് നിയമം ഖുർആനിൽ ഇല്ലെങ്കിലും മാലിക്കി മദ്ഹബിലും ഷാഫിഇലുമുണ്ട്. ഈ നിയമങ്ങളെ അവർ ക്രോഡീകരിച്ച് 1939 വിവാഹ മോചന ആക്ട് നിലവിൽ കൊണ്ടുവന്നു. വിവാഹമോചനം അത് തന്നെ ത്വലാക്കുമാരി സിമ്പിളല്ല കേട്ടോ. 6 ഉപാധികളുണ്ട്. 4 വർഷമായി ഭർത്താവിനെ കാണാണ്ടിരിക്കണം, ഭർത്താവിന് കുഷ്ഠരോഗമുണ്ടായിരിക്കണം, ഇങ്ങനെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ മൊഴി ചൊല്ലാൻ ഇവൻ ചെല്ലുന്നത് പോലെ ഇവിടുന്ന് ചെല്ലിയാൽ പറ്റില്ല. കോടതി മുഖാന്തരമേ ഫസ്ഖ് പറ്റൂ. കോടതികൾ കയറിയിറങ്ങി കേസും കുലുമാലുമായതിന് ശേഷമേ അപ്പോൾ ആ പെണ്ണിൻ്റെ ആയുസ് തീർന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് 1939 ആക്ട്. ത്വലാക്ക് പോലെ സിമ്പിളല്ല ആക്ട് എന്നർത്ഥം. ത്വലാക്ക് എപ്പോഴും വേണിച്ചല്ലോ. നമ്മളൊരു പെണ്ണ് കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ ഭാവി ചിന്തിക്കുന്നില്ല, മൊഴി ചൊല്ലുക എന്നുള്ളത് തന്നെയാണ്.
എങ്ങനെയും ചെല്ലാം. എന്നാൽ ഫസ്ഖ് നിയമം ഇതിന് അനുവദിക്കുന്നില്ല. ചില ആൾക്കാർ പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയല്ല, മാലിക്കി മദ്ഹബിൽ നിന്ന് എടുത്ത നിയമമാണ് ഫസ്ഖ് നിയമം. പക്ഷേ ഈ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് മത്താവ് കൊടുക്കണം, ജീവനാംശം കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും ഒരു സംഖ്യ കൊടുക്കണം എന്ന് 1986 ഇവിടെ ഒരു വിധിയുണ്ടായി. ആ വിധി ഉണ്ടായാൽ ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അതെന്താ? 1975 ഇന്ദിരാഗാന്ധി ഒരു നിയമം കൊണ്ടുവന്നു. വിവാഹമോചിതക്ക് ഒരു 75 റുപ്യ മാസം വെച്ചിട്ട് കൊടുക്കുന്നൊരു സംവിധാനം കൊണ്ടുവന്നു. അത് കൊണ്ടുവരാൻ കാരണം കോടതിയിലെത്തുമ്പോൾ ആ പെണ്ണുങ്ങളെ എനിക്ക് ചിലവ് കിട്ടാൻ വേണ്ടി കോടതി ചെല്ലുമ്പോൾ പറയാണ് ഭർത്താവ് ഒഴിവാക്കിയെന്ന് പറയാണ്. അത് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു വിവാഹമോചിതക്കും മാസം 75 റുപ്യ കൊടുത്തിട്ടേ ഇരിക്കണം. കാരണം നിങ്ങളാണ് ആ പെണ്ണിൻ്റെ ആരോഗ്യവും ആയുസ്സും ഒക്കെ തീർത്തത്. ഇനി അവളെ വേറൊരാൾ കല്യാണം കഴിക്കാൻ ആ സാധ്യത കുറവാണ്. അതുകൊണ്ട് വേറൊരാൾ കെട്ടുന്നത് വരെ അല്ലെങ്കിൽ അവൾ മരിക്കുന്നത് വരെ 75 രൂപ വീതം വെച്ച് കൊടുക്കണമെന്ന് ഇന്ദിരാഗാന്ധി നിയമം കൊണ്ടുവന്നു. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാബാനു ബീഗം കേസുണ്ടായത്. നമുക്കറിയാം ഷാബാനു ബീഗം കേസ് കേരളത്തിലാകെ കോലിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു. ഷാബാൻ ബീഗത്തിൻ്റെ കേസ് അന്ന് അക്കാലത്തിലെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, മറ്റു ജമിയത്തുൽ ഉലമ എല്ലാവരും അതിനെ എതിർത്ത ആളുകളാണ്. ഷാബാനു ബീഗം കേസ് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. എന്താണ് ഷാബാനു ബീഗത്തിൻ്റെ കേസിൻ്റെ പ്രശ്നം? നമുക്കറിയാം ഷാബാനു ബീഗത്തിൻ്റെ ഭർത്താവ് ഷാബാനു പറഞ്ഞു ഈ ഇന്ദിരാഗാന്ധിയുടെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു, എനിക്ക് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെലവിന് കിട്ടണം എന്ന് പറഞ്ഞു. ചെലവിന് കിട്ടണമെന്ന് അവിടുത്തെ പ്രാദേശിക കോടതിയിൽ, ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പക്ഷേ അഹമ്മദ് ഖാൻ, അദ്ദേഹം ഒരു അഡ്വക്കറ്റായിരുന്നു, സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം അടങ്ങി നിന്നില്ല. അദ്ദേഹം ഇതിനെതിരെ, ഷാബാനു ബീഗത്തിനെതിരെ ഇങ്ങനെ ഇസ്ലാമിന് ശരീഅത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി ആ കേസ് ഷാബാന് അനുകൂലമായി വിധിച്ചു. ഷാബാന് അനുകൂലമായി വിധിച്ചപ്പോൾ അഹമ്മദ് ഖാൻ അടങ്ങിയിരുന്നില്ല, അയാൾ ഹൈക്കോടതിയിൽ ചെന്നു. ഹൈക്കോടതിയിലും ഇദ്ദേഹത്തിന് എതിരെയായി വിധി, ഷാബാൻ അനുകൂലമായി വിധിച്ചു. അങ്ങനെ സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ കോടതി ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. എന്താണ് ഈ മത്താഴിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കോടതി പഠിച്ചപ്പോൾ കോടതി ഷാബാൻ അനുകൂലമായി വീണ്ടും വിധിച്ചു. അവൾ പറയുന്നതാണ് നിയമം എന്ന് പറഞ്ഞു വിധിച്ചു. ആ നിയമം കോടതിയെ തെറ്റായി വശീകരിക്കാൻ വേണ്ടി അന്നത്തെ ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഷാബാനു കേസ് നടക്കുമ്പോൾ രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഈ നിയമത്തെ ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അഹമ്മദ് ഖാൻ്റെ വാദം അംഗീകരിക്കാൻ രാജീവ് ഗാന്ധി തയ്യാറായി. എന്താ അഹമ്മദ് ഖാൻ്റെ വാദം? ശരീഅത്ത് നിയമപ്രകാരം അവളെ വിവാഹമോചനം, ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ യുദ്ധകാലത്ത് മാത്രമേ ചെലവിന് കൊടുക്കേണ്ടതുള്ളൂ. യുദ്ധകാലം കഴിഞ്ഞ് അവിടെ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ വേറൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ ചെലവിന് കൊടുക്കുക എന്നുള്ളത് ശരീഅത്ത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാദിച്ചു. അന്നത്തെ ശരീഅത്ത് പണ്ഡിതന്മാരും ഈ വാദം ഉന്നയിച്ചു. പക്ഷേ ഇവരുടെ വാദവും പ്രശ്നങ്ങളും അന്ന് നാനാഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് രക്തച്ചൊരിച്ചലുകളുണ്ടായി. ഇത് കണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞു നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു. ഈ നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, മറ്റു ഹിന്ദു ക്രിസ്ത്യാനികൾക്കാണ് ഇങ്ങനെ നിയമം ബാധകമാക്കുക. മുസ്ലിങ്ങളെ ഈ നിയമത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി കളഞ്ഞു. അവിടെ പറഞ്ഞത് ഒരു നിശ്ചിത സംഖ്യയും മറ്റു ചെലവും കൊടുക്കുക എന്ന വാദമായിരുന്നു അവരുന്നയിച്ചത്. പക്ഷേ ആ വാദം അന്നത്തെ നമുക്കറിയാം മുസ്ലിം ഇന്ത്യ എന്ന് പറയുന്നൊരു പത്രമുണ്ട്. ഈ പത്രത്തിൽ ഷാബാനു കേസ് അക്കാലത്ത് ഇത് 1985
ഉള്ളൊരു പുസ്തകമാണ്. ഇത് മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ സയ്യിദ് ഷിഹാബുദ്ദീൻ ആണ് അന്നത്തെ അതിൻ്റെ ചെയർമാൻ. അവരാണ് അന്ന് കോടതിയിൽ, സുപ്രീം കോടതിയിൽ ശാപാനുബീഗത്തിന് എതിരായി അഹമ്മദ് ഖാൻ്റെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസിന് പോയത്. ഇതിൽ വാദിച്ച ചില വശങ്ങളുണ്ട്. ഈ കോടതി പറയുന്ന ഈ നിയമം മത്താഹ് കൊടുക്കണം എന്ന് കോടതി പറഞ്ഞ ചില വാദങ്ങളുണ്ട്. അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. കാരണം 3 മാസം ചെലവിന് കൊടുത്താൽ മതി, വേറെ കൊടുക്കണ്ട എന്നാണ്. അപ്പോൾ ഖുർആനിൽ ഇങ്ങനെ വാദമുണ്ട്, ഉലിൽ മുത്തല്ലഖാത്തി മത്താഉം ബിൽ മഅറൂഫി ഹക്കൻ അലൽ മുത്തഖീൻ എന്ന് ഖുർആനിലുണ്ടല്ലോ എന്ന് കോടതി ഉന്നയിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മുത്തഖീങ്ങൾക്കാണ് ആ നിയമം ബാധകം. ചെലവിന് കൊടുക്കുക, മത്താഹ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുത്തഖീങ്ങൾക്കാണ്. കോമൺ മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല, സാധാരണ മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് എഴുതിയതാണിത്. മുസ്ലിം ഇന്ത്യയിലെ സയ്യിദ് ശിഹാബുദ്ദീൻ എഴുതിയ ലേഖനമാണിത്. സുപ്രീം കോടതിയിൽ ചെയ്ത ഫയലാണിത്. അങ്ങനെ ആ നിയമം ശാപാനുബീഗത്തിൻ്റെ കേസ് അതോടുകൂടി ഇല്ലാണ്ടായി. പക്ഷെ പിന്നീട് വന്ന ഭരണകൂടത്തിലെ ഒരു ജഡ്ജി ഈ നിയമം വ്യാഖ്യാനിച്ചു. ഒരു ജഡ്ജി, ലേഡീസ് ജഡ്ജി വ്യാഖ്യാനിച്ചത് എന്താണെന്നറിയോ? ചെലവിന് കൊടുക്കുക എന്ന് പറയുന്ന സംഖ്യ 3 മാസം തന്നെ മതി. എന്നാൽ മൊത്തം കൊടുക്കേണ്ട സംഖ്യ എന്നുള്ളത് 10 ലക്ഷമാക്കാം, 20 ലക്ഷമാക്കാം, എത്രയുമാക്കാം എന്ന് പറഞ്ഞ് അതിനെ ഒരു പുതിയൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. ഇന്നൊരു പെണ്ണിനെ മൊഴി ചൊല്ലിയാൽ കേസിന് പോയാൽ കോടതി നിശ്ചയിക്കുന്ന സംഖ്യ കൊടുത്തേ പറ്റൂ. അതുവരെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത് 2 കഷ്ണം തുണി എന്നാണ്. ഒരു പെണ്ണിനെ 3 മൊഴി ചൊല്ലിയിട്ട് കൊടുക്കുമ്പോൾ 2 കാച്ചി തുണി, 2 കീറക്കുപ്പായം കൊണ്ടുപോയിട്ട് അങ്ങനെ 2 കഷ്ണം തുണി എന്നാ കൊടുക്കല്. ഇതാണ് മത്താഹ് എന്നാ പറയല്. 1986 വരെ ഈ നിയമമായിരുന്നു. ഇന്നത്തെ ശരീഅത്തിൽ ഒരു പണ്ഡിതന്മാരും ഇതല്ല ഇതിൻ്റെ അർത്ഥമെന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല. ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള അധികാരം കോടതിക്കുണ്ടോ എന്ന് നമ്മൾ ധരിച്ചുപോയി. ഖുർആൻ ഇങ്ങനത്തെ ഒരു ആയത്ത് അന്ന് ലോകത്ത് ആരും കേട്ടില്ലായിരുന്നു അതുവരെ. അപ്പോൾ മത്താഹ് കൊടുക്കണമെന്നത് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് സമരങ്ങളിലൂടെയും ഒരുപാട് ചർച്ചകളിലൂടെയുമാണ്. ഇനിയും ഈ ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല ഈ ചർച്ച നമ്മൾ ഉന്നയിക്കുന്നത്, നമ്മൾ കേസിന് പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ 5 വർഷമായി ഇന്ത്യൻ ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യുക്തിവാദികൾ കേസിന് പോയിട്ടുണ്ട്. എക്സ് മുസ്ലിമീങ്ങൾ അതിൽ പങ്കുചേർന്നിട്ടുണ്ട്. മുസ്ലിം പുരോഗമനവാദികൾ അതിൽ അംഗമായിട്ടുണ്ട്. ഭേദഗതി ചെയ്തേ പറ്റൂ. മാത്രമല്ല ഫസ്ഖ് പിന്നെ മറ്റൊരു സംഗതി ഇവിടെയുള്ളത് മുസ്ലിം പിന്തുടർച്ചാവകാശമാണ്. വിവാഹമോചനം, പിന്തുടർച്ചാവകാശം. ഈ പിന്തുടർച്ചാവകാശം എന്നൊരു സംഗതി വലിയൊരു പ്രശ്നമായി നമ്മളെ മുന്നിലുണ്ട്. ഒരുപാട് അനീതി നിറഞ്ഞതാണ് ആ നിയമങ്ങൾ. അതെന്താണ് ആ നിയമങ്ങൾ? സ്ത്രീ പുരുഷ വിവേചനമാണ് ഒന്നാമത്തേത്. അതിൽ സ്ത്രീ പുരുഷ വിവേചനമാണ് ഒന്നാമത്തേത്. മക്കൾ തമ്മിലുള്ള വിവേചനം. ഇപ്പോൾ ഒരു വാപ്പാക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഉള്ളതെങ്കിൽ ആൺകുട്ടിക്കൊരു വിഹിതവും പെൺകുട്ടിക്ക് മറ്റൊരു വിഹിതവും. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസൈൻ. പെണ്ണിൻ്റെ ഇരട്ടിയാണ് ആണിന്, ആണിൻ്റെ പകുതിയാണ് പെണ്ണിന് എന്നതാണ് ഖുർആൻ്റെ പ്രഖ്യാപനം. അതായത് 3 ലക്ഷം രൂപയുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ആൺകുട്ടിക്ക്, ആണായി പറഞ്ഞതിൻ്റെ ഭാഗ്യം. 1 ലക്ഷം രൂപ പെൺകുട്ടിക്കും. അത് പെണ്ണായതുകൊണ്ടാണ്. ആൺ പെൺ തമ്മിലുള്ളൊരു വിവേചനം, ആൺകുട്ടി പെൺകുട്ടി തമ്മിലുള്ളൊരു വിവേചനം. മറ്റൊരു വിവേചനം ഉള്ളത് മാതാപിതാക്കളാണ്. ഉമ്മ ബാപ്പ, ഉമ്മ പെണ്ണായതുകൊണ്ടും ബാപ്പ ആണായതുകൊണ്ടുള്ളൊരു വിവേചനം. ഫഇല്ലം യകുല്ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലിഉമ്മിഹി സുലുസ്. മാതാപിതാക്കൾ, ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളില്ല എന്ന് വിട്ട, ഒരു മക്കളില്ല, ആകെ അവശേഷിക്കുന്നത് മാതാപിതാക്കളാണ് എങ്കിൽ അയാളെ സ്വത്ത് 3 ലക്ഷം തന്നെ കൂട്ടുക. 2:1 എന്നുള്ള അടിസ്ഥാനത്തിൽ 2 ലക്ഷം റുപ്യ ബാപ്പാക്കും കിട്ടും, 1 ലക്ഷം റുപ്യ ഉമ്മാക്കും കിട്ടും. അവിടെ ഉമ്മയാണ് നൊന്ത് പ്രസവിച്ചത് ഒക്കെയാണ്. പക്ഷെ ഉമ്മ പെണ്ണായി പോയില്ലയോ, അതുകൊണ്ട് ഉമ്മാക്ക് 1 ലക്ഷം കിട്ടും, ബാപ്പാക്ക് 2 ലക്ഷം കിട്ടും. ഇനി അതേമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ ഭർത്താവിൻ്റെ പകുതിയാണ് ഭാര്യ കിട്ടുക. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, മക്കളില്ല, ഈ ഭാര്യ മാത്രമേ ഉള്ളൂ.
എന്നാൽ എന്താണ്, ഭാര്യയ്ക്ക് 25% കിട്ടൂ, 1/4 കിട്ടൂ. പിന്നെ 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 25,000 ഉറുപ്പ്യ കിട്ടും. ബാക്കി 75 ഉറുപ്പ്യ എന്താ കാണിക്കുന്നത്? 75,000 ഉറുപ്പ്യ എന്താ കാണിക്കുക? ഈ ഭർത്താവിൻ്റെ സഹോദരന്മാർക്കാണ് കിട്ടുക. മക്കളില്ല, ഭർത്താവ് മരിച്ചു, മക്കളില്ല. പിന്നെ ഈ പെണ്ണിൻ്റെ ഈ സ്ഥലവും വീടും സ്വത്തൊക്കെ ഉപേക്ഷിച്ച് പാവം അവളെ പണ്ടെന്നോ കെട്ടിച്ച ആ വീട്ടിലേക്ക് ചിലപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല അങ്ങോട്ട് പോവുക. ഇതെല്ലാം ഇവർക്ക് വിട്ടേച്ചേക്കണം. 25% ആകെ കിട്ടുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഒരു പെണ്ണാണ് മരിക്കുന്നു കൂട്ടുക. ഇപ്പോൾ ഭാര്യ മരിച്ചു എന്ന് കൂട്ടുക. ഭാര്യ മരിച്ചാൽ മക്കളില്ല, ഭർത്താവ് മാത്രം അവശേഷിക്കുന്നെങ്കിൽ 50% കിട്ടും. 25 ഇവിടെ ഭാര്യ കിട്ടിയാൽ മതി, അവിടെ 50% കിട്ടും. 1,00,000 ഉറുപ്പ്യ 50,000 ഉറുപ്പ്യ കിട്ടും. നമ്മൾ പറയുന്നത് ഭാര്യ മരിച്ചാൽ ആ സ്വത്ത് മുഴുക്ക ഭർത്താവിന് കിട്ടണം. ഭർത്താവ് മരിച്ചാൽ സ്വത്ത് തികച്ചും ഭാര്യക്കും കിട്ടണം. അവരിനി എങ്ങോട്ട് പോകാനാണ്? വയോധികരായ അവരെ ഇനി എങ്ങോട്ട് പോകാനാണ്? മക്കളാണെങ്കിൽ നോക്കാനില്ലല്ലോ. ഇനി മക്കൾ ഉണ്ടാവുന്ന അവസ്ഥയിലാണെങ്കിലോ അപ്പോൾ ഭാര്യയ്ക്ക് 1/8. ഭർത്താവ് മരിച്ചു, ഭർത്താവിന് മക്കളുണ്ട് എങ്കിൽ ഉമ്മാക്ക് 1/8. അതേമാതിരി ഒരു സ്ത്രീ മരിച്ചു, മക്കളുണ്ടെന്ന് സങ്കല്പിക്കാം. എന്നാൽ ഭർത്താവിന് കിട്ടുന്നതോ 25% കിട്ടും. ഭാര്യയായപ്പോൾ 1/8 കിട്ടിയത് 12.5% കിട്ടുമ്പോൾ ഭർത്താവിന് കിട്ടുന്നത് 25%. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൽ ലഹുന്ന വലദുൻ ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലക്കും റുബ്. ഖുർആനിൻ്റെ വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ, നമ്മളാരും എഴുതി ചേർക്കുന്നതല്ല. ഖുർആനിലാണ് ഈ നിയമമുള്ളത്. മറ്റൊരു വ്യത്യാസം, സ്ത്രീ ആണ് പെണ്ണ് എന്നുള്ളൊരു വിവേചനം കാണുന്നത് സഹോദരന്മാർക്കിടയിലാണ്. മരിച്ച ആൾക്ക് ആൺ സന്താനമോ പിതാവോ ഇല്ല, പിന്നുള്ളത് ഇവരാണെങ്കിൽ കിട്ടുക ഇങ്ങനെയാണ്. സഹോദരന്മാരാണ്, ആൺകുട്ടികളുമില്ല, ബാപ്പിയില്ല. മരിച്ച ഒരാണ് മരിച്ചു, അല്ലെങ്കിൽ പെണ്ണായിക്കോട്ടെ, ഒരാൾ മരിച്ചു, അയാൾക്ക് ആൺകുട്ടികളോ പിതാവോ ഇല്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. 2:1 എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ആണിൻ്റെ പകുതി പെണ്ണിന് എന്നുള്ളതാണ്. 3,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2,00,000 സഹോദരിക്കും, അല്ലാതെ സഹോദരനും 1,00,000 ഉറുപ്പ്യ സഹോദരിക്കും കിട്ടും. അവിടെ തന്നെ ഒരു ഖുർആനെ അവർ അട്ടിമറിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ? ഖുർആനിൽ ലൈസ ലഹു വലദുൻ അല്ലെ ഇല്ലം യകുൽ ലഹു വലദുൻ എന്നൊക്കെ മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് കൊടുക്കുകയുള്ളൂ. അവിടെ ആൺകുട്ടിനെ മാത്രമേ മക്കളായി ഇവർ പരിഗണിക്കുന്നുള്ളൂ. മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടൂ എന്ന് പറഞ്ഞു കൊടുത്ത് മക്കൾ എന്ന് പറഞ്ഞ വലതിന് ഇബിനുൻ എന്നാക്കി. ആൺകുട്ടികളാണ് ഇവിടെ പരിഗണിക്കുന്നത്, പെൺകുട്ടികളെ മക്കളായി പരിഗണിക്കുന്നില്ല. അവിടെ വേറൊരു ഖുർആനിൽ ഇല്ലാത്തൊരു പുതിയൊരു പദം ഇവർ തുന്നിച്ചേർത്തിട്ടുണ്ട്. വലാ വാലിദുൻ, വാപ്പയില്ലെങ്കിൽ എന്ന് കൂട്ടിച്ചേർത്തു. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കിടക്കുന്നില്ല. ഏതായാലും അവിടെ ഒരു സ്ത്രീ പുരുഷ വിവേചനമുണ്ട്. അപ്പോൾ മകളാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ, സഹോദരിയാകുമ്പോൾ വിവേചനമുണ്ട്. എതിർ സ്ഥാനത്തുള്ള ഭർത്താവ്, മകൻ, ഉപ്പ ഇവർക്ക് കിട്ടുന്നതിൻ്റെ നേർപകുതിയാണ് പെണ്ണായി ജനിച്ച ഇവർക്ക് കിട്ടുന്നത്. ഇതൊരു വിവേചനമാണ്. പിന്നെ അതിൽ മറ്റൊരു അനീതിയുള്ളത് പിന്തുടർച്ചയിൽ പൗത്രൻ്റെ സ്വത്ത് നിഷേധമാണ്, പേരക്കുട്ടിയുടെ സ്വത്ത് നിഷേധമാണ്. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ യത്തീം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഇത് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. യത്തീം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമ കണ്ടാൽ ഇത് ബോധ്യമാവും. ഒരു വാപ്പ മരിക്കുമ്പോൾ അയാൾക്ക് 2 ആമക്കൾ. ഒരു വാപ്പാക്ക് 2 ആൺകുട്ടികളുണ്ട്. പക്ഷേ ഒരാൺകുട്ടി കുറച്ച് ഇയാൾ മരിക്കുന്നതിന് മുമ്പ് നേരത്തെ മരിച്ചുപോയി. ആ കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ വല്യപ്പാൻ്റെ കടമയാണല്ലോ. കാരണം അയാൾ ഈ കുട്ടികളുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, പിന്നെ വലിയ അച്ഛനാണ് ഈ കുട്ടികളെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ വലിയ അച്ഛനും കൂടിയാണ് മരിച്ചു എന്ന് കൂട്ടുക. അപ്പോൾ കുട്ടികൾ ഡബിൾ എത്തീമായി. ആദ്യം നോക്കിയിരുന്നത് ബാപ്പ ഏതായാലും പോയി, പിന്നെ വല്യപ്പയെ നോക്കിക്കൊണ്ടിരുന്നത്. വല്യപ്പയും കൂടി മരിച്ചാലോ ആ വല്യപ്പാൻ്റെ സ്വത്തിൽ ഈ പേരക്കുട്ടിക്ക് അവകാശമല്ല. അവൻ ജീവിച്ചിരിക്കുന്ന ഒരു മോണ്ടല്ലോ, ഓന് എല്ലാ 100% ഓന് കിട്ടും. 10,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 10,00,000 ഓന് കിട്ടും. അതിൽ 5,00,000 ഉറുപ്പ്യ ഈ മകൻ്റെ മക്ക കിട്ടണ്ടേ? അത് കിട്ടില്ല. ഇതെന്തൊരു അനീതിയാണ്. ആ കുട്ടികൾ എങ്ങോട്ട് പോകും? എന്നിട്ട് അനാഥാലയങ്ങളിൽ പോയി പഠിച്ച് അവർക്ക് വലിയ സമ്പത്തുണ്ടായാലോ ഈ വല്യപ്പേറ്റ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് സ്വത്ത് കിട്ടും പോലും. വല്ലാത്തൊരു അനീതി. മാത്രമല്ല അതിൽ നോക്കൂ, ഇനിയിപ്പോൾ മകൻ്റെ മക്കൾ സ്വത്ത് തീരെ കിട്ടൂല എന്നാണോ? കിട്ടുന്നൊരു അവസരമുണ്ട്. അതെങ്ങനെയാണെന്നറിയാം. ഒരു വാപ്പ മരിച്ചു, ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ.
ആകെ ഒരു മോന്. ആ മോൻ നേരത്തെ അങ്ങ് മരിച്ചുപോയി. എന്നാൽ മോൻ്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും. കാരണം വേറെ ആരും ഇവിടെ അവകാശികളില്ലല്ലോ, മകളായിട്ടില്ല, വേറെ ആരുമില്ല. ഈ ഒരു മോനല്ലുള്ളൂ, മോൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അവൻ്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും. 2 മക്കളുണ്ടെങ്കിൽ, 2 ആമക്കളുണ്ടെങ്കിൽ ഒരു മകൻ നേരത്തെ മരിച്ചു പോയപ്പോൾ അത് മറ്റേ കുട്ടിയൊക്കെ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു. ആ മരിച്ചു പോകാൻ്റെ മക്കൾ കിട്ടിയില്ല, യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നതിന് എല്ലാ സ്വത്തും പിടിച്ചെടുത്തു. ഇതാണ്. ഇനി ഒരാൾ മരിച്ചു, അയാൾക്ക് ഒരാൺകുട്ടിയും പെൺകുട്ടിയാണുള്ളത്. ആ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ആക്സിഡൻറ്റിൽ 2 ആളങ്ങ് മരിച്ചുപോയി. പിന്നെ അവർക്ക് ഉണ്ടാക്കും, അവർ 2 ആളും മക്കളേ ഉള്ളൂ. ഇയാളുടെ ഈ സ്വത്ത് പിന്നെ എന്ത് ചെയ്യും? ഇവിടെ മകളുടെ മക്കൾക്ക് സ്വത്തിട്ടൂല, മകൻ്റെ മക്കൾക്ക് സ്വത്തിട്ടു. എനിക്ക് 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എൻ്റെ ആൺകുട്ടിയും പെൺകുട്ടിയും നേരത്തെ മരിച്ചുപോയി എങ്കിൽ എൻ്റെ ആൺകുട്ടികളുടെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് എൻ്റെ സ്വത്ത് കിട്ടും എൻ്റെ കാലശേഷം. എൻ്റെ മകളുടെ മക്കൾ, അവർക്ക് സ്വത്ത് കിട്ടില്ല. അവൾ മകളായിപ്പോയി, അവൾക്ക് സ്വത്ത് കിട്ടില്ല, അവളുടെ മക്കൾക്ക്. ഇതൊക്കെ ഭേദഗതി ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ മുസ്ലിം വ്യക്തി നിയമത്തോട് നമുക്കൊരു വിദ്വേഷവുമില്ല. ഈ നിയമം ഭേദഗതി വരുത്തി ഒരു നീതിപൂർവമായ നിയമങ്ങൾ ഉണ്ടാകണം. ഇതായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, സ്ത്രീകളെ അവകാശ പട്ടികയിൽ നിന്ന് തീരെ എടുത്തു മാറ്റാണ്. നമുക്കൊരു അച്ഛൻ്റെ സഹോദരന് സ്വത്തുണ്ടാവുമ്പോൾ അച്ഛൻ്റെ സഹോദരിക്ക് സ്വത്തില്ല. അച്ഛൻ വാപ്പാൻ്റെ സഹോദരന് സ്വത്ത്, എളാപ്പ മൂത്താപ്പാക്ക് സ്വത്തുണ്ടാകുമ്പോൾ അമ്മാവിക്ക് സ്വത്തില്ല. പിന്നെ വാപ്പാൻ്റെ വാപ്പാക്ക് സ്വത്തുണ്ടാവുമ്പോൾ ഉമ്മ പെണ്ണായതുകൊണ്ട് ഉമ്മാൻ്റെ വാപ്പാക്ക് സ്വത്തില്ല. ഉമ്മാൻ്റെ സഹോദരനും സഹോദരിക്കും തീരെയില്ല. അതേമാതിരി സഹോദരൻ്റെ മക്കളെ പരിഗണിക്കുമ്പോൾ സഹോദരിയുടെ മക്കളെ പരിഗണിക്കുന്നില്ല. അത് തന്നെ സഹോദരൻ്റെ ആൺമക്കളെ കേട്ടോ പരിഗണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് അനീതി നിറഞ്ഞ വ്യവസ്ഥിതിയാണ് ഇന്നുള്ളത്. നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ ഇവരെന്താ പറയുന്നറിയോ? ഇത് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മുജാഹിദും ജമാഅത്തും പറയുന്നത് ഖുർആനിൻ്റെ തെറ്റല്ല, അത് മദ്ഹബിൻ്റെ പക്ഷപാതിത്വപരമായ പ്രശ്നങ്ങളാണ്. എന്നാൽ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞത് ഏകദേശം കാര്യങ്ങളും ഞാൻ പറയട്ടെ. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി ചെയ്യാത്ത ക്രമങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഒരാൾ മരിച്ചു, ഒരു പെണ്ണ് മരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരു പെണ്ണ് മരിക്കുന്നു, അവശേഷിക്കുന്നത് ഭർത്താവും 2 സഹോദരികളും. ഒരു സ്ത്രീ മരിച്ചു, അവശേഷിക്കുന്നത് ഭർത്താവ് 2 സഹോദരികൾ. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓരിവെക്കുക? ഭർത്താവിന് മക്കളില്ലെങ്കിൽ 1/2 പകുതിയാണ്, 50%. 2 സഹോദരിക്ക് 2/3. ഇതെങ്ങനെ ഓരിവെക്കും? 6000 ഉറുപ്പ്യ ഉണ്ടെന്ന് വിട്ടുക, 6 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെന്ന് വിട്ടുക. 3 ലക്ഷം ഉറുപ്പ്യ ഭർത്താവിന് കൊടുത്താൽ 2/3 4 ലക്ഷം രൂപ കൊടുക്കാൻ തികയില്ല. 2/3 കൊടുക്കണ്ടേ? സഹോദരിമാർക്ക് കൊടുക്കാൻ തികയില്ല. അവിടെ 4 ലക്ഷം കൊടുത്താൽ ഇവിടെ 3 ലക്ഷം കൊടുക്കാനും തികയില്ല. ഇത് ഉമർ ഖത്താബിൻ്റെ അടുക്കൽ വന്നു ഈ പരാതി. അതുവരെ നബിൻ്റെ കാലത്തൊന്നും മുഹമ്മദിൻ്റെ കാലത്തൊന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. കാരണം മനുഷ്യൻ വളരുന്നതിന് അനുസരിച്ച് അവൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ്, പ്രശ്നങ്ങളും വളരുകയാണല്ലോ. മനുഷ്യൻ വളരുന്നതനുസരിച്ച് നിയമങ്ങൾ ഭേദഗതി വന്നിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുമല്ലോ. കാരണം മനുഷ്യൻ്റെ വളർച്ചക്കനുസരിച്ച് നിയമങ്ങൾ ഭേദഗതി വരുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നത് മുട്ടും. കാരണം നിയമങ്ങൾ പരിമിതിയാണ്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അപരിമിതിയാണ്, പരിമിതികളില്ലാത്തതാണ്. അങ്ങനെ പരിമിതികളില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. മറ്റത് അലിയുടെ ഭരണകാലത്തൊരു സംഭവം നടന്നു. ഇതേമാതിരി ഒരു ഭർത്താവാണ് ഇവിടെ മരിക്കുന്നത്. ഭർത്താവ് മരിച്ചു, ഭാര്യ, അയാളുടെ 2 പെൺമക്കൾ, മാതാപിതാക്കൾ അവകാശികളായി. ഒരാൾ മരിച്ചു, അയാളെ ഭാര്യ, 2 പെൺമക്കൾ, മാതാപിതാക്കൾ. ഇത് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓരിവെക്കും? ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ 1/8, 2 പെൺമക്കൾക്ക് 2/3, മാതാപിതാക്കൾക്ക് 1/6. ഇതൊന്ന് ഓരിച്ചാട്ടെ, കഴിയില്ല ഓരിവെക്കാൻ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഈ ഭരണാധിപന്മാർ അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ സ്വത്ത് അവരുടെ മക്കൾക്ക് വരെ അവർ കൊടുത്തിട്ടില്ല. ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, മുഹമ്മദ് നബി മരിച്ചപ്പോൾ അവരുടെ സ്വത്തിന് അവരുടെ മക്കൾ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ ഭരണാധിപൻ അബൂബക്കർ സിദ്ദീഖ് ബിൻ ഖുഹാഫ
ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് ഒന്നാം ഖലീഫ, അയാൾ പറഞ്ഞു നഹ്നു മആശിറുൽ അംബിയാഇ ലാ നൂറസു മാ തറക്നാഹു സ്വദഖ എന്ന് നബി പറഞ്ഞിരിക്കണ്. നബിമാർ വല്ല സ്വത്തും ഉപേക്ഷിച്ചാൽ അത് സ്വതക്കയാണ്, അതിന് അവകാശമില്ല, അതിന് അനന്തരാവകാശം എടുക്കുന്ന പ്രശ്നമില്ല എന്ന് സിദ്ദീഖ് നബി പറഞ്ഞതായിട്ട് അയാളുടെ മക്കളോട് പറഞ്ഞു, നബിൻ്റെ മക്കളോട് പറഞ്ഞു. അതിൽ ഫാത്തിമ അതിന് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: അഫീ കിതാബില്ലാഹി അൻ തരിസ അബാക വലാ അരിസ അബി, എൻ്റെ വാപ്പാൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമില്ല, തങ്ങളുടെ അബൂ ഖുഹാഫാൻ്റെ സ്വത്തിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അള്ളാഹിൻ്റെ കിതാബിലുണ്ടോ എന്ന് ഫാത്തിമ ഈർഷ്യത്തോടു കൂടി ചോദിച്ചു. ഇതാണ് ഈ പിന്തുടർച്ചാവകാശം. ഇതുപോലെ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, വസീയത്ത്, വഖഫ് എല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. സമയമില്ലാത്തത് കൊണ്ട് 1-2 ചോദ്യങ്ങൾ ആരോ ചോദിച്ചിട്ടുണ്ട്, അതിന് മാത്രം മറുപടി പറഞ്ഞ് നമ്മുടെ ഈ വിഷയം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇസ്ലാമിൻ്റെ മുമ്പ് സ്ത്രീകൾക്ക് ഒരു സ്വത്തുമില്ലായിരുന്നല്ലോ, ഇസ്ലാം വന്നതിന് ശേഷമല്ലേ സ്വത്ത് നൽകിയത് എന്ന ചോദ്യം. അത് വാസ്തവ വിരുദ്ധമാണ്. ദുൽ മജാസിദിൽ യഷ്കരി എന്ന ഒരാളാണ് അന്ന് ഈ നിയമം ഉണ്ടാക്കിയത്. അതായത് തളീഫും തെൻസീഫും അയാൾക്ക് ഇത് തോന്നി. അതായത് 1/8, 1/4, 1/2 ഇതിങ്ങനെ ഇരട്ടിയാണ്. 1/6, 1/3, 2/3 ഒക്കെ ഇരട്ടികളാണല്ലോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ തെൻസീഫാണ്, അതിൻ്റെ പകുതിയാണ് വരിക. മേപ്പോട്ട് പോകുമ്പോൾ ഇരട്ടിയാണ്. ഇയാൾക്കതൊരു ആകർഷണം തോന്നി ഈ 6 കാര്യം. അങ്ങനെ അയാളത് ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കാനൊക്കെ അയാളാണ് നിയമം ഉണ്ടാക്കിയത് കേട്ടോ. ഈ ഖുർആനിൽ പറഞ്ഞ പിന്തുടർച്ചാവകാശം അയാൾ കൊണ്ടുവന്നതാണ്. ഒരു ദുൽ മജാസിൽ യഷ്കരി എന്ന് പറഞ്ഞ ആൾ, അത് മുഹമ്മദ് നബി കടയെടുത്ത് ഖുർആനിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഫസ്ഖ് നിയമം ഖുർആനിലില്ല, പക്ഷെ ഇവിടെ മുസ്ലിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ എന്നാ. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ അവിടെ ഒരു പിടിയിലായിപ്പോയി, പാകിസ്ഥാൻ്റെ കയ്യിലായിപ്പോയി. അയാൾ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിച്ചിരുന്നു. ആ കല്യാണം കഴിച്ചത് ഇയാൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് കിട്ടണമെന്ന് അയാൾ കോടതിയെ സമീപിച്ചു. അയാൾ അതിന് പറഞ്ഞ ന്യായം എന്തായിരുന്നു? ഫസ്ഖ് നിയമം ഇസ്ലാമിലില്ല, അബൂ ഹനീഫ സമ്മതിക്കുന്നില്ല എന്നതായിരുന്നു. നമുക്കറിയാം റഫീഖ് ഷഫീഖ് 2 ആളുടെ കഥയാണത്, ഞാനതിലേക്ക് നോട്ട് പറയുന്നില്ല. അപ്പോൾ മോചനയായ ഈ എന്നിട്ട് ഗുഡിയ സംഭവം എന്നാണ് അതിന് പറയുക. ഗുഡിയ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ആദ്യ ഭർത്താവിന് തിരിച്ചു കിട്ടണം എന്ന് ഓര് വാദിച്ചപ്പോൾ ഗുഡിയ പറഞ്ഞു, ഞാനിപ്പോൾ ഗർഭിണിയാണ്, ഈ ഭർത്താവിൽ നിന്ന് ഞാൻ ഗർഭിണിയാണ്, നിങ്ങൾ 5 വർഷമായിട്ട് കാണാത്തത് കൊണ്ട് എൻ്റെ വാപ്പ ഇയാളെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തതാണ്, ഞാൻ ഇയാളെ കൂടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ ഗുഡിയെ ഭീഷണിപ്പെടുത്തി, അവളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മാത്രമല്ല അന്ന് ഗുഡിയക്ക് പണ്ഡിതന്മാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞത്, ആദ്യ ഭർത്താവിൻ്റെ കൂടെ പോയാൽ ഈ കുഞ്ഞെന്തായിപ്പോവും, എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നില്ല, നിറകണ്ണുകളോടെ ആ പണ്ഡിത മുന്നിൽ. ഇത് TV-യിലും കൂടി അന്ന് TV സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ ഈ നിയമം ഒരുപാട് ദുരന്തങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഗുഡിയ സംഭവം ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ, അന്നത്തെ പത്രങ്ങളിലൊക്കെ. ഏതായാലും നമ്മുടെ വിഷയം ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്.